ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 15 അധ്യായം 3 പാരമ്പര്യം പാരമ്പര്യം. ഞാൻ എൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. കാന്തികവൽക്കരിക്കപ്പെട്ടതുപോലെ ആ വലിയ കറുത്ത ബൈബിളിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിലെ ഒരേ ഒരു ബൈബിൾ അതായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലും ഉണ്ടായിരുന്നില്ല. അതെവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം അത് എൻ്റേതായിരുന്നു. കാനഡയിലെത്തിയ ശേഷം പേജുകൾ മറച്ചിട്ടില്ലായിരുന്നു. സുവിശേഷങ്ങൾ വായിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ, ദയവായി കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു. തിരുവെഴുത്തുകളിൽ ഒന്നിനു പുറകെ ഒന്നായി രക്ഷയുടെ പദ്ധതികൾ വികസിച്ചു വരുന്നത് ഞാൻ കണ്ടു. ബൈബിൾ ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ലാത്തതുപോലെയായിരുന്നു. ഓ എൻ്റെ സുഹൃത്തെ, അത് സജീവമായിരുന്നു. വാക്കുകൾ ഒരു നീരുറവയിൽ നിന്ന് നുരഞ്ഞു പൊങ്ങി വരുന്നത് പോലെ വന്നു. ഞാൻ അതിൽ നിന്ന് സ്വതന്ത്രമായി കുടിച്ചു. ഒടുവിൽ പുലർച്ചെ 3-4 മണിക്ക് എനിക്ക് മുമ്പൊരിക്കലും അറിയാത്ത ഒരു ശാന്തമായ സമാധാനത്തോടെയുള്ള ഒരു ഉറക്കം ലഭിച്ചു. ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് സ്കൂളിൽ വെച്ച് ഞാൻ ആ മതഭ്രാന്തന്മാരെ അന്വേഷിച്ചു ചെന്നു. ഏയ്, നിങ്ങൾ എന്നെ നിങ്ങളുടെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ പങ്കെടുക്കുന്ന ഓരോ ആഴ്ചതോറുമുള്ള കൂട്ടായ്മയെക്കുറിച്ച് അവർ എന്നോട് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ കൊണ്ടുപോകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. ആ വ്യാഴാഴ്ച രാത്രി ഞാൻ ദ കാറ്റക്കോമ്പസിൽ എന്നെ കണ്ടെത്തി. അവർ അതിനെ വിളിച്ചത് അങ്ങനെയാണ്. സ്കൂളിലെ പ്രഭാത പ്രാർത്ഥനാ യോഗം പോലെയായിരുന്നു ആ ശുശ്രൂഷ. ആളുകൾ കൈകൾ ഉയർത്തി കർത്താവിനെ ആരാധിച്ചു. എന്നിരുന്നാലും ഇത്തവണ ഞാനും അവരോടൊപ്പം ചേർന്നു. യഹോവ ഈരേ, ദാതാവാം ദൈവം, അവൻ്റെ കൃപ മാത്രം മതി എനിക്ക്, അവർ വീണ്ടും വീണ്ടും പാടി. ആ പാട്ട് ഞാൻ ആദ്യമായി കേട്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. പാസ്റ്ററുടെ ഭാര്യ മെർല വാട്സൺ എഴുതിയതാണ് അത് എന്നറിഞ്ഞപ്പോൾ അത് കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടു. അവരുടെ ഭർത്താവ് മെർവ് ആയിരുന്നു ഈ അസാധാരണമായ കൂട്ടത്തിൻ്റെ ഇടയൻ. കാറ്റക്കോമ്പസ് ഒരു സാധാരണ പള്ളിയായിരുന്നില്ല. അവിടെ പോയ ആളുകൾ ടൊറന്റോ ഡൗൺ ടൗണിലെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ എല്ലാ വ്യാഴാഴ്ച രാത്രിയും ഒത്തുകൂടുന്ന ക്രിസ്ത്യാനികളുടെ ഒരു ആവേശഭരിതമായ ജനക്കൂട്ടമായിരുന്നു. ഹിപ്പികൾ എന്ന് വിളിക്കപ്പെടുന്നവർ അവരുടെ മുടി മുറിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ രക്ഷിക്കപ്പെട്ടിരുന്ന ജീസസ് മൂവ്മെന്റ് ദിനങ്ങളായിരുന്നു അവ. ഒന്ന് ആലോചിച്ചു നോക്കൂ, കുറച്ചു കാലമായി ഞാനൊരു ബാർബർ കസേരയും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ചുറ്റും നോക്കി. എന്നെപ്പോലെ തന്നെ കുട്ടികളാൽ നിറഞ്ഞിരുന്നു ആ സ്ഥലം. നിങ്ങളത് കാണേണ്ടതായിരുന്നു. അവർ ദൈവത്തിന് മുന്നിൽ സന്തോഷകരമായ ശബ്ദങ്ങളോടൊപ്പം തുള്ളിച്ചാടി നൃത്തം ചെയ്തു. കർത്താവേ, അങ്ങനെയൊരു സ്ഥലം യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. പക്ഷെ എങ്ങനെയോ ആ ആദ്യത്തെ രാത്രി മുതൽ തന്നെ ഞാൻ അതിൽപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നി. മീറ്റിംഗിന്റെ അവസാനം മെർവ് വാട്സൺ പറഞ്ഞു, നിങ്ങളുടെ പാപത്തെക്കുറിച്ച് പരസ്യമായി ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുലുങ്ങി വിറയ്ക്കുവാൻ തുടങ്ങി. പക്ഷെ ഞാൻ കരുതി, ഇതിനകം രക്ഷിക്കപ്പെട്ടതിനാൽ ഞാൻ അവിടെ പോകണമെന്നുണ്ടാവില്ല. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് 5 മിനിറ്റ് മുന്നേ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചുമതല ഏറ്റെടുത്തുവെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് വ്യാഴാഴ്ചയായിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ആ ഇടനാഴിയിലൂടെ കഴിയുന്നത്ര വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാണത് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉള്ളിൽ എന്തോ എന്നോട് പറഞ്ഞു, അവിടെ കയറൂ. ആ നിമിഷത്തിലാണ് ഒരു ആംഗ്ലിക്കൻ പള്ളിയിലെ ഒരു കരിസ്മാറ്റിക് ശുശ്രൂഷയിൽ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ഭവനത്തിൽ നിന്നുള്ള ഈ നല്ല കൊച്ചു കത്തോലിക്കൻ ക്രിസ്തുവിനെ സ്വീകരിച്ചതായി പരസ്യമായി ഏറ്റുപറഞ്ഞത്. ഞാൻ പറഞ്ഞു, യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാകാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ ഭൂമിയായ ഇസ്രയേലിനെ ഇതുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. യേശു ഉണ്ടായിരിക്കുന്നിടത്ത് ആയിരിക്കുന്നത് അവൻ മുമ്പ് ഉണ്ടായിരുന്നിടത്തേക്കാൾ എത്രയോ നല്ലതാണ്. ആ രാത്രിയിൽ ഞാൻ വീട്ടിലെത്തിയപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ അമ്മയോട് പറയാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് എൻ്റെ അച്ഛനോട് പറയാൻ ധൈര്യമില്ലായിരുന്നു. അമ്മേ, എനിക്ക് അമ്മയോടൊരു കാര്യം പങ്കിടണം, ഞാൻ മന്ത്രിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടു. മിന്നൽ വേഗത്തിൽ ഒരു നിമിഷം എൻ്റെ അമ്മയുടെ താടിയെല്ലുകൾ കൂടിപ്പോയി. അമ്മ ചോദിച്ചു, എന്തിൽ നിന്ന് രക്ഷപ്പെട്ടു? എന്നെ വിശ്വസിക്കൂ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെയും പകൽ മുഴുവനും സ്കൂളിൽ, കിയോസ്കിൽ, ഞാൻ പോകുന്നിടത്തെല്ലാം
ഒരു ചിത്രം എൻ്റെ കൺമുമ്പിൽ മിന്നിമറഞ്ഞിരുന്നു. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടു. അത് അചിന്തനീയമായിരുന്നു. പക്ഷേ എനിക്ക് ആ പ്രതിച്ഛായ ഇളക്കാൻ കഴിഞ്ഞില്ല. ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടു. അതാ, മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി ഒരു സ്യൂട്ട് ധരിച്ച് കൊടുങ്കാറ്റിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ. ആ ദിവസം ഞാൻ ബോബിനെ കണ്ടെത്തി, എൻ്റെ ആ വിചിത്ര സുഹൃത്ത്. അവൻ ഒരിക്കൽ കിയോസ്കിൻ്റെ ചുവരുകളിൽ തിരുവെഴുത്തുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ആ ആഴ്ച എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കുറച്ചു മാത്രം നിങ്ങളോട് പങ്കുവച്ചിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ബോബ്, ഈ ദിവസം മുഴുവൻ ഇങ്ങനെയായിരുന്നു. വലിയ ഓപ്പൺ എയർ റാലികളിലും സ്റ്റേഡിയങ്ങളിലും പള്ളികളിലും കച്ചേരി ഹാളുകളിലും ഞാൻ സംസാരിക്കുന്ന ചിത്രം എൻ്റെ കണ്ണിൽ നിന്ന് മാറുന്നതേയില്ല. എൻ്റെ കണ്ണിന് കാണുന്നിടത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുന്നു. എനിക്ക് എൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ? ഒരു കാര്യം മാത്രമേ ഉണ്ടാകൂ, അവൻ എന്നോട് പറഞ്ഞു. ദൈവം നിന്നെ ഒരു മഹത്തായ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയാണ്. അത് അത്ഭുതകരമാണെന്ന് ഞാൻ കരുതുന്നു.